നമ്മുടെ നാട്ടിലെ ഭീകര പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ നക്സലൈറ്റുകളെയും ഒക്കെ പട്ടാളവും അതോടൊപ്പം തന്നെ പോലീസും വെടിവെച്ച് കൊല്ലും. അവർ മനുഷ്യരല്ലേ? അതെ. ഈ പറയുന്ന നക്സലൈറ്റും ഭീകര പ്രവർത്തകരെന്ന് പറഞ്ഞ മനുഷ്യരാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന പാകിസ്ഥാൻകാരെ നമ്മൾ വെടിവെച്ച് കൊല്ലും. പാകിസ്ഥാൻകാർ മനുഷ്യരല്ലേ? അതെ. നമ്മളെ ആക്രമിക്കാൻ വന്ന അവരെ വെടിവെച്ച് കൊല്ലാമല്ലോ. എന്തുകൊണ്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്ന വന്യമൃഗത്തെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ പാടില്ല? കേരളത്തിന്റെ ഗവൺമെന്റ് ഒരു അപ്പീലും കൊടുത്തില്ല. ആ സമയത്ത് ആ നിയോജകമണ്ഡലത്തെ ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ശ്രീ എം മണിയാണ്. അദ്ദേഹം വന്ന ക്യാബിനറ്റിലെ മന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് കേന്ദ്രത്തിന്റെ ഒരു ഗസറ്റിൽ വന്നതുകൊണ്ട് പരാതി കൊടുക്കേണ്ടത് ഡീൻ കുര്യാക്കോസ് ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞാൻ പറഞ്ഞത് അതൊക്കെ എത്രയോ ബാലിശമായ ഒരു കാര്യമാണ്. ഡീൻ കുര്യാക്കോസിനും ഇടപെടാം. ഡീൻ കുര്യാക്കോസ് അല്ലല്ലോ അത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്. തമിഴ്നാട്ടിൽ MP ആണോ കൊടുത്തത്? തമിഴ്നാട്ടിൽ MLA ആണോ കൊടുത്തത്? അവിടുത്തെ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് തമിഴ്നാടാണ് അത് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം അത് ഗവൺമെന്റിനോട് പറയണ്ടേ? ഇപ്പം വനം മന്ത്രിയോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് കാട്ടുപന്നിക്ക് ജനന നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. കുടുംബാസൂത്രണം നടത്തണമെന്നല്ല നമ്മൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ വികസിത രാജ്യങ്ങളിലും ചെയ്യുന്ന എന്താണ്? കാട്ടുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നിയന്ത്രിത വേട്ട അവിടെ അനുവദിച്ചു കൊടുക്കും. വിദേശ രാജ്യങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്.